ഹലോ. അപ്പോൾ നമ്മളിന്നൊരു സൂപ്പർ ടേസ്റ്റി ഫ്രൈഡ് റൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ചിപ്പിയും പപ്പയും ചിക്കൻ വറുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബസ്മതി റൈസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് വേവിന് എടുത്തേ. ചിക്കന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രിപ്പ് ഓവറായി, അടുത്ത ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് വെളുത്തുള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും പപ്പ അവിടെ മുട്ട ചിക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്തിന് ഞാൻ വെജിറ്റബിൾ എല്ലാം വഴറ്റിയെടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂട്ടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, മുട്ട നന്നായിട്ട് ചിക്കി. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു മസാലയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് മസാല ഇട്ട് കഴിഞ്ഞ് വെജിറ്റബിളൊക്കെ ഒന്ന് വാടാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ പണി ചെയ്യുമ്പോൾ അതൊരു നമുക്ക് ഒത്തിരി വളരെ സന്തോഷം തരുവേ. അത് കഴിഞ്ഞ് ഇച്ചിരി പെപ്പർ പൊടിയും കൂടി ഇട്ടു കേട്ടോ അതിൻ്റെ അകത്തേക്ക്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പെപ്പറാണേ. അപ്പം മറ്റേ സൈഡിൽ ചിക്കന് ചെറുതാക്കി മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്രൈഡ് ചെയ്ത് ചിക്കന്. ചിപ്പിക്കും സന്തോഷമായിരുന്നു. ചിപ്പിയാണ് പറഞ്ഞ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് സൺഡേ ആണല്ലോ, പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയതാണേ. അപ്പോൾ ഇതേ അടുത്ത് നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിക്കുവാണേ. ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിച്ചി വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കിയ മുട്ട ഇട്ടിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും മുട്ടയൊക്കെ ഇട്ട് ഇളക്കി അടുത്തത് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ചേട്ടായി റൈസ് ഇടുന്നത്, ഞാൻ ഇളക്കുന്നു, ചിപ്പി വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതേ നമ്മളിവിടെ കുറച്ച് ബസ്മതി റൈസ് ഇട്ട് ഇളക്കി ഇങ്ങനെ നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം മിക്സായി നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. അമ്മ ടേസ്റ്റ് ചെയ്യാൻ നോക്കുവാണേ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. യൂഷ്വലി ഞങ്ങൾ ഉണ്ടാക്കുന്നതിലും കഴിഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റായത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈ ഫ്രൈഡ് റൈസ്. സൂപ്പർ.